നമ്മുടെയൊക്കെ ആളുകൾ കൂടുന്നിടത്തൊക്കെ ആഘോഷങ്ങൾ മതിമറക്കാറുണ്ട്. ഇപ്പൊ നോമ്പുകാലം, നോമ്പ് പകുതി കഴിഞ്ഞു. ചിലരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയോ? നോമ്പൊന്ന് വീടിക്കിട്ടാൻ. നോമ്പ് നോക്കുന്നവരല്ല അതിനുവേണ്ടി കാത്തിരിക്കുന്നത്, നോമ്പ് വീടിയ ആഘോഷമാക്കാൻ തക്കവണ്ണം. അത് ഇതുവരെയും കെട്ടിപ്പടുത്ത എല്ലാ ആധ്യാത്മികതയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലപ്പോഴും നോമ്പ് വീടിക. അത് വലിയ ആഘോഷമാണ്, അത് വലിയ സമൃദ്ധമായി എല്ലാം തകിടം മറിക്കുന്ന ആഘോഷങ്ങളാണ്. ഇവിടെ നോഹ അനുഗ്രഹത്തോടെ ദൈവം അത്ഭുതകരമായി കൊടുത്ത വിടുതലിന്റെ ഭാഗമായിട്ടൊക്കെ എത്തിയതാ. പക്ഷേങ്കിൽ ഒരു ദുർബല നിമിഷത്തിൽ വീഞ്ഞു കുടിച്ചു വല്ലാണ്ട് മത്തനാകുകയാണ്. ശാന്തമായത് വായിച്ചു നോക്കിയാൽ അറിയാം. 9-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലക്ക് വിട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാം? വസ്ത്രമൊക്കെ ഊരിപ്പോയത് അറിഞ്ഞില്ല. വസ്ത്രമൊക്കെ നമ്മുടെയൊക്കെ നാടൻ പ്രദേശങ്ങളിലൊക്കെ പണ്ട് ഇതുപോലെ ചിത്രമുണ്ടായിരുന്നു. ഈ വസ്ത്രമൊക്കെ ഉരിഞ്ഞ് തലയെ കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് മാന്യമായ മദ്യപാനവും, വീടിനകത്ത് ഭാര്യ ഒഴിച്ചു കൊടുക്കുന്നു, ബാപ്പനും മക്കളും ചേർന്നിരുന്ന് കുടിക്കുന്നു. ഈ ശൈലിയിലൊക്കെ ആയിട്ടുണ്ട് ഇന്നത്തെ മോഡേൺ ആധുനിക തലമുറയുടെ ശൈലി. ഞാൻ പറഞ്ഞു വരുന്നത്, മദ്യാസക്തി എവിടെ കൊണ്ടെത്തിച്ചു? ഒരു തലമുറയെ മുഴുവൻ ശാപത്തിലേക്ക് വലിച്ചഴക്കുക. ഈ മനുഷ്യൻ ലക്കുവിട്ട് തിരിച്ചറിവില്ലാതെ അവിടെ വിവസ്ത്രനായി കിടക്കുമ്പോൾ തൻ്റെ മകൻ ഹാം അതുവഴി വന്ന് അവൻ്റെ നഗ്നത കാണാനായിട്ടിടയാകുക. മാതാപിതാക്കളുടെ നഗ്നത ദർശിക്കുന്നത് മക്കൾക്ക് ശാപമാണ്. പല വിധത്തിലും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നഗ്നത, മാതാപിതാക്കളുടെ നഗ്നത ദർശിക്കുന്നത് ശാപത്തിലേക്ക് നയിച്ചുവെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് പറയുന്നു, കനാൻ ശപിക്കപ്പെട്ടവൻ. ആരാണ് ഈ കനാൻ? ഹാമിന്റെ മകനാ ഈ കനാൻ. അത് തലമുറകളിലേക്കായി ശാപമെത്തുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഓർക്കണം, പലപ്പോഴും തമാശയ്ക്ക് വേണ്ടി കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയൊക്കെ ഒരു പെഗ്ഗുമൊക്കെ തുടങ്ങിയിട്ട് എവിടെ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം എത്രയോ ചെറുപ്പക്കാരാ ജീവിതം ഹോമിക്കുന്നത്. വിദേശത്തൊക്കെ അനുഗ്രഹത്തോടെ ജോലിയും വേലയും ഒക്കെ ലഭിച്ച് കുടുംബമായി ജീവിക്കുവാൻ അനുഗ്രഹത്തോടെ നിയോഗിക്കപ്പെട്ടവരൊക്കെ കണ്ണുനീരോടെ കഴിയുന്ന അനേക ചിത്രം എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴുണ്ട്. എത്ര ജീവിതം ഹോമിക്കുന്ന ആളുകൾ, മദ്യാസക്തിയിൽ ജീവിതം തകർന്നടിയുന്ന എത്രയോ കുടുംബങ്ങൾ. അതെ, എനിക്ക് നിയന്ത്രിക്കാമെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ആ കുടുംബത്തെ മുഴുവൻ കണ്ണുനീരിൽ ആഴ്ത്തിക്കളയുന്ന എത്രയോ ചിത്രങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ശാപം തലമുറയ്ക്ക് വെച്ച് കെട്ടുകയാണ്. അത് ഒരു തലമുറയിലേക്കല്ല, 4 തലമുറ വരെ ഈ ശാപം വരികയാണ്. കനാൻ ശപിക്കപ്പെട്ടവനാകുന്നത് നേരിട്ട് ചെയ്തൊരു തെറ്റിന്റെ അല്ല, നോഹ ചെയ്ത തെറ്റിന്റെ, ആ നോഹയുടെ നഗ്നത കണ്ട ഹാമിന്റെ ആ തലമുറയിലൂടെ കനാനിലേക്ക്, ആ തലമുറയെ മുഴുവൻ ശാപത്തിലേക്ക് വലിച്ചഴക്കുക. ഞാനും നിങ്ങളുമൊക്കെ ഈ പരിശുദ്ധ നോമ്പിൽ സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ തലമുറയ്ക്കൊരനുഗ്രഹമാണോ? ഞാൻ എൻ്റെ തലമുറയ്ക്കൊരു ശാപമാണോ? എൻ്റെയും നിങ്ങളുടെയും പിതൃക്കൾ അനുഗ്രഹത്തോടെ നിലത്ത് മുട്ടുകുത്തി ചാണകം മെഴുകിയ തറയിൽ കണ്ണുനീരൊഴിച്ച് അതിനെ നനച്ചതിൻ്റെയൊക്കെ അനുഭവവും നന്മയും അനുഗ്രഹവുമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. അതേസമയം ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്നത്തെ ശൈലിയിൽ വരും തലമുറയ്ക്ക് നിങ്ങളെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട പിതൃക്കളെന്ന് പറയാൻ സാധിക്കുമോ? ഇവിടെ 4-ാം തലമുറയിലേക്ക് വരുന്ന ശാപത്തിന്റെ ചിത്രമാണ് കനാൻ ശപിക്കപ്പെട്ടവനെന്ന് 25-ാം വാക്യത്തിൽ അവിടെ സൂചിപ്പിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടവളാണ്, ആ തലമുറയിൽപ്പെട്ടവളാണ് കനാന്യ സ്ത്രീയായ ഈ സ്ത്രീയെ കാണുന്നത്. അവളുടെ ഭർത്താവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം, ഈ മകളെ ലഭിച്ചതിന് ശേഷം അവൾ വിധവയായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ശൈലി കണ്ടാൽ വിധവ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വിവാഹമോചനം നേടിയിട്ടുള്ളവളാകാം. കാരണം ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് വളരെ വിവാഹം കഴിഞ്ഞിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ പോലും ഒന്നിച്ചു കഴിയാൻ ക്ഷമയും സഹനത്തിനും മനസ്സില്ലാതെ 2 പാത്രങ്ങളായി പോകുവാൻ ഒരു മടിയുമില്ലാത്ത മക്കൾ, ദമ്പതികൾ. അവർക്ക് കൂട്ടുനിൽക്കുവാൻ ഒരു മടിയുമില്ലാതെ, പണ്ടൊക്കെ കാരണവന്മാർ പറയുന്നു, കുഞ്ഞേ
അരുത്, ദൈവം ചേർത്ത് നിർത്തിയതാണെന്ന് പറയാൻ മാതാപിതാക്കൾ ശ്രമിക്കുമെങ്കിൽ ഇല്ല, അങ്ങനെ സഹിക്കാനുള്ളതല്ല, നശിപ്പിക്കാനുള്ള ജീവിതം, മടങ്ങിപ്പോരെന്ന് പറയുന്ന ഉപദേശിക്കുന്ന മാതാപിതാക്കളുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കനാന്യക്കാരി സ്ത്രീയുടെ ഭർത്താവിനെ കുറിച്ച് സൂചനയില്ല. അവൾ വിവാഹമോചനം നേടിയതാണോ അതോ ഭർത്താവ് മരിച്ചു പോയതാണോ ഇതൊന്നും നമുക്കറിയില്ല. അവളുടെ പേര് രേഖപ്പെടുത്തുന്നില്ല. അവൾ ശാപഗ്രസ്തയായ ഒരു തലമുറയുടെ വക്താവായിട്ടാണ് കാണുന്നത്. ഇവിടെ എനിക്കും നിങ്ങൾക്കും തരേണ്ടുന്ന തിരിച്ചറിവ് ഈ ധ്യാനത്തിൽ കൂടുമ്പോൾ ഞാൻ ശാന്തമായി നോക്കണം, ചിന്തിക്കണം. ദൈവമേ, എൻ്റെ തലമുറകളിലൂടെ പിതൃക്കൾ തന്ന അനുഗ്രഹം ഇന്ന് ഞാൻ ആവോളം അനുഭവിക്കുന്നെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പും എൻ്റെ ചെയ്തികളും പല വിധത്തിൽ ദൈവഹിതത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോയതുകൊണ്ട് എൻ്റെ തലമുറയെ ശാപത്തിലേക്ക് ഞാൻ തള്ളിവിടുന്ന ആളാണോ? അത് സ്ത്രീയും പുരുഷനും ഒരുപോലെ ചിന്തിക്കണം. മദ്യപിക്കുന്നില്ല എന്ന് ചിലപ്പോൾ അഭിമാനത്തോടെ പറയാം, അത് ശാപത്തിൽ നിന്ന് മുക്തിയുടെ കാരണമെന്ന് ചിന്തിക്കാം. പക്ഷേ മദ്യാസക്തിയേക്കാൾ നിന്റെ പല ആസക്തികളും, ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്ന പല ആസക്തികളും നിന്റെ തലമുറയെ പോലും ശാപത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ആത്മശോധന ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് ശാപമുക്തിക്ക് വേണ്ടി യേശു അവളുടെ അടിയിലേക്ക് നിൽക്കുന്നത്. തമ്പുരാൻ നിൽക്കുകയാണ് ശാപമുക്തി തരുവാൻ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആ വേദഭാഗത്ത് അവൾ നിലവിളിക്കുമ്പോൾ തമ്പുരാൻ ആ വിഷയത്തിൽ ഇടപെടുന്നത്. ഞാൻ അതിജീവനത്തിൻ്റെ വഴിയിലേക്കാണ് വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നത്. അവൾ നേരിടുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ അവൾക്ക് ഒത്തിരി ഹാർഡിൽസ് ഉണ്ട്. എന്തൊക്കെയാണ് അവളുടെ പ്രശ്നങ്ങൾ? അവളെ വല്ലാണ്ട് മതിക്കുന്ന, അവളെ വല്ലാണ്ട് അലോരസപ്പെടുത്തുന്ന, അവളെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന, അവളെ വല്ലാണ്ട് പുറകോട്ട് പിടിച്ചു വലിക്കുന്ന, നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത, അടുത്ത ആഴ്ചത്തെ നാളെ കഴിഞ്ഞുള്ള ചിന്ത അതാ, ഒരു സ്ത്രീ വന്ന് കൂനിപ്പടച്ചു നിൽക്കുക. കാരണം അവൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല. ഈ സ്ത്രീയുടെയും അവസ്ഥ അത്, അവൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വല്ലാത്ത ദുസ്ഥിതിയാണ്. എന്തെല്ലാം അവിടെ പ്രശ്നം? ശാന്തമായി ചിന്തിച്ചാൽ നമുക്കറിയാം, അവിടെ ജന്മം തന്നെ തൻ്റേതല്ലല്ലോ ജന്മം. കാരണം ഒരാൾ എവിടെ ജനിക്കണം എന്ന് ഞാനും നിങ്ങളുമൊക്കെ അപേക്ഷ കൊടുത്ത് അപേക്ഷയുടെ അവസാന ഫലമായിട്ട് അനുവദിച്ചു തരുന്നതാണോ? ഇന്ന കുടുംബത്തിൽ ഇന്നാരുടെ മാതാപിതാക്കളായി ഇന്നാർ ജനിക്കണം? അല്ല, അതൊക്കെ ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് ജന്മം തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമാണ്. ഒരു വിജാതീയ സ്ത്രീയായി അന്നത്തെ സമൂഹത്തിൽ യഹൂദനല്ലാത്ത എല്ലാവരെയും വിജാതികളായിട്ടാണ് കാണുന്നത്. ആ റേഷ്യൽ പ്യൂരിറ്റി അവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അവിടെ എന്തെങ്കിലും കളങ്കങ്ങൾ വന്നുപോയെങ്കിൽ അവരെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെയുള്ളൊരു വിജാതി സ്ത്രീയാണ് ഈ കനാന്യ സ്ത്രീ. ആ കുലത്തിൽ ജനിക്കാനിടയായത് തൻ്റെ കാരണം കൊണ്ടല്ല, അവളുടെ കർമ്മദോഷം കൊണ്ടുമല്ല. അപ്പൊ അവൾ ശപിക്കാൻ വേണേ, ജന്മത്തെ ശപിക്കാം. അവൾ ജനിച്ചത് ഇങ്ങനെ ഒരു ശാപമുള്ളിടത്താണല്ലോ. ചില കുടുംബങ്ങളിലൊക്കെ ജനിച്ച പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ചില ദുർബല നിമിഷങ്ങൾ വഴി ഇങ്ങനെയുള്ളടത്ത് ജനിക്കാനിടയായല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ ജന്മദോഷത്തിൽ നിന്ന് നിനക്ക് വിടുതൽ മറ്റു രീതിയിലില്ല, പക്ഷെ നിനക്ക് വിടുതൽ ഒരുക്കുന്ന അജീവനത്തിന്റെ വഴി തമ്പുരാൻ കാട്ടുന്നുണ്ട്. നീ നിന്റെ മനസ്സുകൊണ്ട് നിന്റെ ജന്മത്തെ ശപിക്കുന്ന ഒരവസ്ഥാവിശേഷം, അത് ഏത് കാരണത്താലായിക്കൊള്ളട്ടെ, ഉണ്ടെങ്കിൽ, നിന്റെ ശാപമുക്തമായ ഒരു അനുഭവമാണ് നിനക്ക് നിലനിൽക്കുന്നുള്ള തോന്നലുണ്ടെങ്കിൽ, ഈ സ്ത്രീ അതിജീവനത്തിന്റെ വഴി കാട്ടുകയാണ്. അവൾക്ക് ജന്മം തന്നെ വല്ലാതെ പ്രതികൂലമായിരുന്നു. അവൾ ജനിച്ച കുലം ആരാലും ആദരിക്കപ്പെടാത്ത, തിരസ്കരിക്കപ്പെടുന്ന, ശാപദോഷമായി കണ്ടിരുന്ന ഒരു തലമുറയുടെ അംഗമായിട്ടാണ് ഈ കനാന്യ സ്ത്രീയെ നാം കാണുന്നത്. വീണ്ടും അവളെ സൂക്ഷ്മതയോട് നോക്കി. അജ്ഞത അവൾക്കൊരു വിഷയമായിരുന്നു. അവൾക്ക് ഭൗതികമായ പരിജ്ഞാനമോ അറിവോ ഒന്നും ഇല്ലായിരുന്നു. അത് അവളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ വളരെയധികം പ്രയാസമുള്ള വിഷയമാണ്. പക്ഷേ എങ്കിൽ അതും അവളെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവൾ തമ്പുരാന്റെ അരികിൽ വരുമ്പോൾ എത്ര അറിവോടുകൂടിയാ തമ്പുരാനോട് പ്രതികരിക്കുന്നത്. തമ്പുരാനെ സംബോധന ചെയ്യുന്നു എന്ന് കേട്ടുനോക്കി. ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാന്റെ മുമ്പിൽ വല്ലാതെ വന്ന് ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക നിരത്തി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഈ കനാന്യ സ്ത്രീ, വിജാതീയ സ്ത്രീ, അജ്ഞതയായ വിദ്യാഭ്യാസത്തിന്റെ ഒരു കണിക പോലും അവൾക്ക് ലഭിക്കാത്ത ഈ സ്ത്രീ എത്ര ആധികാരികമായൊരു പ്രാർത്ഥനയാണ് നിർത്തുന്നത്. അവൾ പറയുകയാണ്, അവൾ വിളിക്കുക, എൻ്റെ കർത്താവേ. തീർന്നോ? ഇല്ല. ദാവീദ് പുത്ര. എന്നിട്ട് എന്താ പറയുന്നത്? എന്നോട് കരുണ കാണിക്കണം.
അതെ, ഈ ലോകത്തിന്റെ അറിവല്ല തിരിച്ചറിവെന്ന് അവൾ മനസ്സിലാക്കിയ നമ്മെ. അവളുടെ ജന്മം അവൾക്കെതിരായിരുന്നെങ്കിൽ, അവൾക്ക് അജ്ഞത അവൾക്കെതിരായിരുന്നെങ്കിൽ, ഇതൊന്നും ദൈവത്തെ അറിയുവാനും ദൈവത്തോട് ചേർന്നിരിക്കാനും അതൊന്നും അവൾക്ക് തടസ്സമല്ല. ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ഞാനും നിങ്ങളും ഈ സ്ത്രീയെ ഒരു ധ്യാന വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മിൽ നിന്ന് എത്രയോ വിദൂരതയിൽ അവൾ ജീവിതം വല്ലാതെ ഹോമിച്ചൊരു സ്ത്രീ. അവൾക്ക് ശപിക്കാം ദൈവത്തെ പോലും. കാരണം എന്തേ നീ ഇങ്ങനെ ഒരു ശാപഗ്രസ്തമായ കുടുംബത്തിൽ എനിക്ക് ജന്മമരളി തന്നു, ഇത് ചോദിക്കാമായിരുന്നു. അവളുടെ പ്രതിസന്ധികളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് തമ്പുരാനെ മുൾമുനയിൽ നിർത്താമായിരുന്നു. അവളൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തലമുറയുടെ ശാപത്തിൽ നിന്നും മുക്തി നേടുവാൻ അതിജീവനത്തിന്റെ വഴി കണ്ടെത്തുന്ന അനുഗ്രഹീതമായ മാതൃകായോഗ്യമായ ഒരു സ്ത്രീത്വത്തെയാണ് ഇന്ന് നാം ഈ വേദഭാഗത്ത് കൂടി ധ്യാനിക്കുന്നത്. അതിജീവനത്തിന്റെ വഴി തേടുമ്പോൾ അവളുടെ ബലഹീനതകളിലേക്കാണ് ആദ്യം ഞാൻ വിരൽ ചൂണ്ടിയത്. ജന്മം അവൾക്ക് തടസ്സമായിരുന്നു, അവളുടെ അജ്ഞത അവൾക്ക് തടസ്സമായിരുന്നു. തീർന്നില്ല, അവളുടെ ചുറ്റുവട്ടമുള്ള സമൂഹം. ഒരുപക്ഷെ സാധാരണഗതിയിൽ ചിന്തിച്ചു, ആരെങ്കിലും ഒക്കെ എനിക്കൊരു കൈത്താങ്ങാകും. ആദ്യം അവൾ സമീപിച്ചത് ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ആ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷനായിട്ടാണ് ആ ശിഷ്യന്മാരെ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവരെ എവളെ എങ്ങനെയും അങ്ങ് ഒഴിച്ചുവിടാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് അന്ന് യഹൂദ മത മേൽക്കോയ്മയുടെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ വല്ലാത്ത ഒരു ഹുങ്ക് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പോലും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, 2 കാരണങ്ങളാണ് തമ്പുരാൻ ഒരല്പം ശാന്തതയോടുകൂടി എവളോട് ഇടപെടുന്നതിന് തടസ്സമായിട്ട് നിന്നതെന്ന് വേദപുസ്തക ചിന്തകന്മാർ പറയുന്നുണ്ട്. ഒന്ന്, he want to know the strength of her faith. അവളുടെ വിശ്വാസത്തിന്റെ കാഠിന്യം, അതിന്റെ വ്യാപ്തി, ആഴം, ഇതൊന്നറിയണം. തന്നെയുമല്ല, തന്റെ ശിഷ്യന്മാർ, to know the Jewish mentality of his disciples. അവന്റെ ശിഷ്യന്മാരുടെ യഹൂദ മനോഭാവം. കാരണം അന്ന് യഹൂദരും വിജാതീയരും തമ്മിലുള്ള കടുത്ത ശത്രുതയുണ്ട്. ഇത് തിരിച്ചറിയണം. അതിന് 2 കാരണത്താലാണ് തമ്പുരാൻ പോലും അല്പം ശാന്തത ഈ സഹായത്തിൽ നിന്നും മാറി നിന്നതെന്ന് പോലും വേദപുസ്തക പണ്ഡിതന്മാർ സൂചിപ്പിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, തൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വരിക. ഞാനും നിങ്ങളുമൊക്കെ പല സഹായം തേടി പലരിടത്തും ചെല്ലുമ്പോൾ ഇതുപോലെ തിക്താനുഭവങ്ങൾ ഉണ്ടാവാം. അതെ, അവളെ നിരാശപ്പെടുത്തുന്നില്ല. അവളെ ജന്മം പ്രതികൂലമായിട്ട് നിരാശയില്ല അവൾക്ക്. അവളുടെ അജ്ഞത പ്രതിസന്ധിയായിട്ട് നിരാശയില്ല അവൾക്ക്. മൂന്നാമത്, ആരുടെയെങ്കിലും ഒരു ശിഷ്യന്മാരുടെ സഹായം കിട്ടുമെന്ന് കരുതി അവൾ അടുത്തു വരിക. അവിടെയും സഹായം കിട്ടുന്നില്ല. ഞാൻ കേൾക്കുന്ന പലയിടങ്ങളിലായി ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ആളാണ്. എൻ്റെ മുമ്പിൽ ദേവാലയം നിറച്ചു നിൽക്കുന്ന ഈ ജനസമൂഹം ഉണ്ടല്ലോ, ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കണം, പല പ്രതീക്ഷയോടുകൂടി അടുത്ത് ചെന്നവരൊക്കെ നമ്മളെ കൈയൊഴിഞ്ഞിട്ടില്ലേ? എനിക്ക് സഹായം ലഭിക്കും, എൻ്റെ ഈ വേദനയുടെ വല്ലാത്ത അന്തരീക്ഷത്തിൽ എനിക്കൊരു ആശ്വാസവും സാന്ത്വനവുമാകുമെന്നൊക്കെ കരുതി പലരെയും ഒക്കെ സമീപിച്ച് നിരാശപ്പെട്ട് ഈ പദപീഠത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളില്ലേ? ഈ സ്ത്രീ അതിജീവനത്തിന്റെ വഴി നമുക്ക് തുറന്നു തരിക. നിന്റെ മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്ന പലരും ഉണ്ടാവാം. നിന്റെ മുമ്പിൽ നിന്നെ കണ്ടില്ല നടിക്കുന്ന പല ആളുകളുമൊക്കെ ഉണ്ടാവാം. അവസാനം അവൾക്ക് വല്ലാതെ നിരാശയുണ്ടായ ഒരു സന്ദർഭമുണ്ട്. ആ നിരാശയുടെ സന്ദർഭമാണ് അടുത്തത് കാണുന്നത്. അവൾ തമ്പുരാന്റെ അരികിലേക്ക് തന്നെ ചെല്ലുക, യേശുവിന്റെ അരികിലേക്ക് ചെല്ലുക. യേശുവിന്റെ അരികിൽ ചെന്നപ്പോൾ ആദ്യത്തെ പ്രതികരണം തമ്പുരാൻ കാണുന്നുണ്ട്. എന്താ? അവൻ അവളോട് ഒന്നും മിണ്ടിയില്ല. അവൻ അവളോട് ഒന്നും മിണ്ടിയില്ല. തമ്പുരാൻ വല്ലാത്തൊരു സൈലൻസ്. പലപ്പോഴും ഇത് എൻ്റെയും നിങ്ങളുടെയൊക്കെ അനുദിന ആത്മീയ ജീവിതത്തിൽ നേരിടുന്ന ഒരു വിഷയമായത്. പല വിഷയങ്ങളുമായി പ്രാർത്ഥനയോടെ തമ്പുരാന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ തോന്നിയിട്ടില്ലേ ഈ ചിന്ത? എന്തേ ദൈവം എന്നെ കൈവിട്ടോ, തമ്പുരാൻ എന്നെ കൈവിട്ടോ എന്ന തോന്നലുണ്ടാവാറില്ലേ? എന്തേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരാത്തത്? ഈ സ്ത്രീ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. അത്ര കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അവൾ നിലവിളിച്ചുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ അവളെ ഇഗ്നോർ ചെയ്തു എന്നൊരു തോന്നല്. ഇത് വാസ്തവത്തിൽ വല്ലാത്ത കഠിനമായ ഒരു പ്രതികരണമായിട്ട് നമുക്ക് തോന്നാം. കാരണം നമ്മുടെയൊക്കെ സാധാരണ ബന്ധങ്ങളിൽ നമ്മളൊക്കെ പറയും, സ്ത്രീകൾ അത് പറയാറുണ്ട്. ഞാൻ ആ കല്യാണത്തിന് അവിടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവള് വലിയ ഒരുങ്ങി ചമഞ്ഞ് നീക്കി, അവളെന്നെ കണ്ട ഭാവമില്ലായിരുന്നില്ലേ?
നമുക്ക് 2 തല്ല് കിട്ടിയാലും വിഷമമില്ല. പക്ഷെ കണ്ടില്ലെന്ന് നടിക്കുക. ആരെങ്കിലും നമ്മളെ അർഹമായ ഗൗരവത്തോടെ കണ്ടില്ലെന്ന് നടിച്ച് തിരസ്കരിച്ചാൽ വല്ലാത്ത മനോവ്യതയുണ്ടാകും. ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് വ്യക്തിപരമായി സ്വകാര്യമായി 100 കൂട്ടം പ്രശ്നമുണ്ട്. അല്പം സാന്ത്വനത്തിന് വേണ്ടി തൻ്റെ സമൂഹത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന് അവള് അഭിമാനിച്ചിരുന്ന ശിഷ്യഗണത്തിന്റെ മുമ്പിൽ ചെന്നപ്പോൾ തിരസ്കരണമാണ്. ഇനിയും അതിനപ്പുറത്തേക്ക് ചെന്ന് തമ്പുരാന്റെ മുമ്പിൽ ചെന്നപ്പോഴോ അവൾ നേരിടുന്നത് തമ്പുരാൻ പോലും അവളെ കണ്ടില്ലെന്ന് നടിച്ചു എന്നൊരു തോന്നലാണ്. അവളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുത്തില്ല എന്ന് തോന്നൽ. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാവാം. ഇവിടെയാണ് അതിജീവനത്തിന്റെ വഴി അവൾ കാട്ടിത്തരുന്നത്. എന്താ അവൾ ചെയ്തത്? അവൾ വേദപുസ്തകത്തിൽ പറയുന്നു 3-4 കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ പെട്ടെന്ന് ആ ഭാഗം പറഞ്ഞു. അവൾ അതിജീവനത്തിന്റെ വഴി വെട്ടിത്തുറക്കുന്നു. ഒന്നാമത് അവൾ ഷീ ക്രൈഡ് അലൗഡ്. അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഈ നോമ്പ് കരയാനുള്ള സന്ദർഭമാണ്. ഈ നോമ്പ് ദൈവസന്നിധിയിൽ കരയാനുള്ള സന്ദർഭമാണ്. ഈ സ്ത്രീ പ്രത്യേകിച്ച് നോമ്പിന്റെ നടുവിൽ ഈ സ്ത്രീയെ തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അതിജീവനത്തിന്റെ പ്രഥമ വഴിയാണ്. നോമ്പിൽ ഞാനും നിങ്ങളും അനുഷ്ഠിക്കേണ്ടുന്ന അനുഗ്രഹീത വഴിയാണ് ഈ സ്ത്രീയിലൂടെ 22 പറയാൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. സ്ത്രീകൾ സാധാരണ കുറെ സംയമനം പാലിക്കുന്ന ആളുകളാണ്. അവര് പലപ്പോഴും അവരുടെ വൈകാരിക പ്രക്ഷോഭങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കുന്ന ആളുകളാണ്. ഒരു സ്ത്രീ ഒരു സമൂഹത്തിന്റെ നടുവിൽ വന്നു നിന്നുകൊണ്ട് ഒരു പരപുരുഷന്റെ മുമ്പിൽ, ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ ഉച്ചത്തിൽ നിലവിളിക്കണമെങ്കിൽ അവളുടെ മനോവേദനയുടെ കാഠിന്യം എന്തോരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഇപ്പൊ ഇതിന്റെ നടുവിൽ ധ്യാനത്തിന് വന്നിരുന്ന ഒരു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ചാൽ നമുക്കറിയാം അവിടെ മനസ്സിന്റെ വേദനയുടെ കാഠിന്യമാണ് എന്ന്. ഞാൻ അങ്ങനെയുള്ള സന്ദർഭങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ളതാണ്. ശുശ്രൂഷയുടെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ എല്ലാവരുടെയും ശബ്ദങ്ങൾക്കപ്പുറം നിലവിളിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം 10-20 വർഷം പിന്നിട്ടിട്ട്, പൗരോഹിത്യത്തിന്റെ 10-20 വർഷം പിന്നിട്ടപ്പോഴും ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് ആ സ്ത്രീയുടെ കരച്ചിൽ. പക്ഷെ ആ കരച്ചിൽ ആ തലമുറയ്ക്ക് മുഴുവൻ അനുഗ്രഹമായി എന്ന് പിൽക്കാല ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീ തൻ്റെ സമൂഹത്തെ മറന്നുകൊണ്ട്, എവിടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട്, ആരെല്ലാം തൻ്റെ മുമ്പിൽ, ഇതൊന്നും അവൾക്ക് വിഷയമല്ല. ശാപമുക്തിക്ക് വേണ്ടി അതിജീവനത്തിന്റെ വഴി അവൾ വെട്ടിത്തുറക്കുകയാണ്. ഉച്ചത്തിൽ നിലവിളിക്കുക. ഇന്ന് കരയാൻ അറിയില്ല, അല്ലെങ്കിൽ കരയാൻ മടിക്കുന്നു. കരയാൻ അറിയാത്തൊരു സമൂഹം, കണ്ണീറനണിയാത്ത പ്രാർത്ഥനയാണ് കരുണ ലഭിക്കുന്നതിന് എനിക്കും നിങ്ങൾക്കും തടസ്സമായിട്ടുള്ളത്. പ്രാർത്ഥനയൊക്കെ ഇന്ന് യാന്ത്രികമാകുകയാണ്. തീർക്കേണ്ടതിന് വേണ്ടി വായിച്ച് ചൊല്ലിവിടുന്നതിനപ്പുറം ഹൃദയത്തെ ഒന്ന് അലിയിക്കുവാൻ, തമ്പുരാന്റെ കരുണ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു ജൽപ്പനമായി നിന്റെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന തീരുന്നതാണ്. ഇന്നും ശാപമുക്തി ലഭിക്കുന്നതിന് എനിക്ക് നിങ്ങൾക്കും തടസ്സം. ഈ സ്ത്രീ വഴി തൊട്ടി തുറക്കുകയാണ്, അതിജീവനത്തിന്റെ വഴി തുറന്നു തരികയാണ്. നിന്റെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നീ നേരിട്ടിരിക്കുന്ന ഈ ശാപബന്ധനത്തിൽ നിന്ന് മുക്തിക്കായി, നിന്റെ തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ഭൂതോപദ്രവത്തിൽ നിന്നുള്ള വിടുതലിനായി തമ്പുരാൻ ഒരുക്കുന്ന അനുഗ്രഹീതമായ വഴി എന്താണെന്ന് ഈ കനാന്യ സ്ത്രീ തൻ്റെ അതിജീവനത്തിന്റെ വഴിത്താരയിലൂടെ നമുക്ക് ഓതിത്തരികയാണ്. ഒന്നാമത്തെ വഴിത്താര അതാ, കരയണം. നോമ്പ് കരയാനുള്ളതാണ്. നോമ്പ് തമ്പുരാന്റെ സന്നിധിയിൽ കരയാനുള്ളതാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അനുഗ്രഹത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ കേവലം യാമപ്രാർത്ഥനകൾ ചൊല്ലി നോമ്പ് പൂർത്തീകരിക്കുന്നു എന്നൊരു ബോധ്യം നിനക്കുണ്ടാവാം. വർജിക്കേണ്ട ഭക്ഷണങ്ങൾ വെടിയുന്നു എന്ന ഒരു ഉൾവിളിയും ബോധ്യവും നിനക്കുണ്ടാവാം. ഞായറാഴ്ചകളിൽ ആവോളം ആരാധനയിൽ സംബന്ധിച്ച് തിരുശക്തങ്ങൾ അനുഭവിക്കുന്നു എന്ന തിരിച്ചറിവും നിനക്കുണ്ടാവാം. പക്ഷെ അതിനപ്പുറം നിന്റെ ബന്ധനത്തിന്റെ മുക്തിക്കായി തമ്പുരാനോടൊന്ന് കരയാൻ, ഒന്ന് നിലവിളിക്കുവാൻ, നിന്റെ കണ്ണ് ഒന്ന് കുതിരുവാൻ
ഇറനണിയുവാൻ ഈ നാളുകളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥന കേവലം ആധരവ്യായാമത്തിനപ്പുറം ഉള്ളിൻ്റെ ഒരു ഞരക്കമായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു തുള്ളി കണ്ണുനീർ ഈ കുരിശിന്റെ ചുവട്ടിൽ ഒഴുക്കിയാൽ നീ ശാപമുക്തിയോടെ മടങ്ങാൻ നിനക്ക് സാധിക്കും. അവൻ നിന്നെ വെറും കൈയോടെ അയക്കില്ല. കേവലം പരുമല വരെ വന്ന് നേർച്ച കഴിച്ചു പോകുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നോമ്പുകാലത്ത് മുട്ടുകുത്തി മടങ്ങുക എന്നുള്ളതല്ല. അതിനപ്പുറം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈ സ്ത്രീ എല്ലാം മറന്ന് നിലവിളിച്ചതുപോലെ നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉച്ചത്തിൽ കരയുവാൻ. നീ കരയേണ്ടവന്റെ മുമ്പിൽ കരഞ്ഞാൽ മറ്റാരുടെയും മുമ്പിൽ നിരാശയോടെ നിലവിളിക്കേണ്ടി വരില്ല. ഇന്ന് പലരും വല്ലാതെ പലയിടങ്ങളിലും നിലവിളിക്കുന്നതിന്റെ കാരണം കരയേണ്ടവന്റെ മുമ്പിൽ ഇന്ന് കരയാൻ നീ മടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. ആ കരച്ചില് കണ്ട് കണ്ണുനീരിനെ മറികടക്കാത്തവന്റെ മുമ്പിൽ നമുക്ക് ആത്മാർത്ഥതയോടെ കരയാൻ സാധിക്കുമോ? നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴേണ്ടിടത്ത് തമ്പുരാന്റെ ഇടത്ത് കണ്ണുനീർ ഒഴുക്കുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ട് ഈ നോമ്പ് കരയേണ്ടതാണ്. അതിജീവനത്തിന്റെ പ്രഥമ വഴി കണ്ണുനീരിന്റെ വഴിയാണ്. അതെ, നിരാശയുടെ നിലവിളി നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, ശാപത്തിന്റെ ബന്ധനം നിന്നിൽ നിന്ന് മാറുവാൻ, നിന്റെ തലമുറയെ ശാപഗ്രസ്തമായിരിക്കുന്ന ഭൂതോപദ്രവത്തിൽ നിന്ന് വിടുതൽ ലഭിപ്പാൻ നിനക്ക് തമ്പുരാൻ അനുഗ്രഹത്തോടെ നിനക്ക് വയ്ക്കുന്ന ഈ വിധിയാണ് ഈ കനാന്യ സ്ത്രീ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. കണ്ണുനീരിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക. വീണ്ടും അവൾ എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിജീവനത്തിന്റെ രണ്ടാമത്തെ വഴിയാണ് 25-ാം വാക്യത്തിൽ പറയുന്നത്. കേവലം അവൾ കരഞ്ഞതുമ്പോൾ അവൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവൾ നിരാശപ്പെടുകയല്ല. പിന്നെന്താ അവൾ ചെയ്തത്? ആധ്യാത്മികതയുടെ അടുത്ത പടിയാണ്. അവൾ കുമ്പിടുകയാണ്. അവൾ നിലത്ത് മുട്ടുമടക്കുകയാണ്. തമ്പുരാന്റെ മുമ്പിൽ, ഒരു അന്യപുരുഷന്റെ മുമ്പിൽ തിരസ്കരിക്കപ്പെട്ട അവളെ ശാപഗ്രസ്ത എന്നൊക്കെ മുദ്രകുത്തുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാ. തമ്പുരാനും യഹൂദനായിരുന്നല്ലോ. ഒരുപക്ഷെ അവൾ മുട്ടുകുത്തുകയാണ് അവിടെ. വാസ്തവത്തിൽ നമുക്ക് അതിജീവനത്തിന്റെ രണ്ടാമത്തെ വഴിത്താരയായത് ഈ നോമ്പ് ഒന്ന് കുനിയാനുള്ളതാണ്, ഒന്ന് മുട്ടുകുത്താനുള്ളതാണ്. പൗരസ്ത്യ ആധ്യാത്മികതയുടെ മനോഹരമായ ഒരു ആരാധനാ ശൈലിയായത്. അതുകൊണ്ടാണ് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ വലിയ നിക്ഷേപപാത്രങ്ങളെയൊക്കെ വെച്ചിട്ട് പോയി എന്നല്ല പറയുന്നത്. അവർ അവന്റെ മുമ്പിൽ കുമ്പിട്ടു വണങ്ങിയെന്ന. ബെത്ലഹേമിലെ ആരാധനയെ കുറിച്ച് പറയുന്നത് അവന്റെ മുമ്പിൽ കുമ്പിട്ടു വണങ്ങിയെന്നാ പറയുന്നത്. ഈ സ്ത്രീയും ഈ പരിശുദ്ധ നോമ്പിന്റെ നടുവിൽ ജയമുള്ള ശ്ലീബായെ നോക്കി നാം ആരാധിക്കാൻ ഈ നാടുകളിൽ കൂടുമ്പോൾ തമ്പുരാൻ നമ്മളോട്, ഈ സ്ത്രീ നമുക്ക് കാട്ടുന്ന അനുഗ്രഹീത അതിജീവനത്തിന്റെ രണ്ടാമത്തെ വഴിത്താരയാ. ഒന്ന് മുട്ടുമടക്കാൻ സാധിക്കുമോ? ഒന്ന് കുമ്പിടാൻ സാധിക്കുമോ? ഇവിടെ കുമ്പിട്ടില്ലെങ്കിൽ വേണ്ടാത്തടത്തൊക്കെ നീ വല്ലാതെ മുട്ടുമടക്കേണ്ട ഗതികേടുണ്ടാവും. ഇന്ന് ആധുനിക സമൂഹം, ഇന്ന് ശാപമൊന്നുമില്ലെന്നൊക്കെ പറയുന്ന ഞാനും നിങ്ങളും വല്ലാതെ വേണ്ടാത്തിടത്തൊക്കെ മുട്ടുമടക്കേണ്ട ഗതികേട് വരുന്നത് എന്താന്ന് ചോദിച്ചാൽ ഉത്തരമേ ഒന്നുള്ളൂ: മുട്ടുകുത്തണ്ടവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നില്ല എന്നുള്ളതാണ്. ആരാധനയുടെ മർമ്മം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ജന്മം പ്രതികൂലമായിരുന്നു, അജ്ഞത പ്രതികൂലമായിരുന്നു, സമൂഹം പ്രതികൂലമായിരുന്നു, തമ്പുരാൻ പോലും അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നലുണ്ടായി. പക്ഷെ അതൊന്നും അവൾക്ക് തടസ്സമല്ല. പ്രതിസന്ധികളോ അതിനെ അതിജീവിക്കുന്ന ഒരു അതിജീവനത്തിന്റെ വഴി അവൾ വെട്ടിത്തുറന്നത് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തമ്പുരാന്റെ സമീപത്തേക്ക് വരുന്നതിലൂടെയാണ്. വീണ്ടും അവൾ നിലത്ത് തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിലൂടെയാണ്. തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് മുഴങ്കാൽ മടക്കുവാൻ, മുട്ടുമടക്കുവാനായിട്ട് സാധിക്കുമോ? മുഴങ്കാൽ മടക്കാൻ സാധിക്കണം. വീണ്ടും അവളുടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. വേദോസ്തി പറയുന്നത് ഹെർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാ. വാസ്തവത്തിൽ അവളെ നിരസിച്ചു എന്നോ തിരസ്കരിച്ചോ എന്നൊക്കെ ചിന്തിച്ചിട്ടും അവൾ പോയില്ല. നമ്മളാണെ പറഞ്ഞതിന് ഇത്രയും നിലവിളിച്ച് കരഞ്ഞു വന്നിട്ട് ആ മനുഷ്യൻ നോക്കണ്ടേ? ഇല്ല, അവൾക്കതൊന്നും ഒരു വിഷയമല്ല. അതിജീവനത്തിന്റെ മൂന്നാമത്തെ വഴിയാ. വി ഷുഡ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഒരു പ്രോംപ്റ്റായിട്ട് പ്രതികരിക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രശ്നം എടുത്തടിച്ചതുപോലെയാ. പ്രാർത്ഥിക്കുമ്പോഴുള്ള കണ്ടീഷൻ നമുക്കുണ്ട്. എന്താ? പണ്ട് യാക്കോബ് പറഞ്ഞതുപോലെ പോകുന്നിടത്തൊക്കെ കൂടെ ഇരിക്കണം, സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒഴുക്കണം, സമാധാനത്തോടെ മടക്കി എത്തണം. അങ്ങനെയാണെങ്കിൽ ദൈവം എനിക്ക് ദൈവമാണ്, നിനക്ക് ഞാൻ ശിഷ്യനുമായിരിക്കും.
നമ്മൾ കണ്ടീഷനാണ് നമ്മുടെ പ്രാർത്ഥന. ഇവിടെ വാസ്തവത്തിൽ ഷീ ഹാഡ് എൻ അൺകണ്ടീഷണൽ സറണ്ടറാ. ഒരു കണ്ടീഷൻസ് അവൾ വയ്ക്കുന്നില്ല. നിരന്തരമായിട്ട് പ്രാർത്ഥനയാണ്. അവൾ അനസ്യൂതമായ പ്രാർത്ഥനയാണ്, തുടരെയുള്ള പ്രാർത്ഥനയാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട അതിജീവനത്തിന്റെ വഴിയാണ്. നമ്മുടെ പലപ്പോഴും പ്രകോപനപരമായിട്ടാണ് നമ്മുടെയൊക്കെ പ്രതികരണ ശൈലി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ലെങ്കിൽ പെട്ടെന്നാണ് ഇനിയും പള്ളിയിലും പോകുന്നില്ല, പട്ടക്കാരനും വേണ്ട, ഒന്നും വേണ്ട, ഇല്ലേ, നോമ്പും നോക്കുന്നില്ല. എത്ര മോശകരമായ രീതിയിലാണ് ഞാനും നിങ്ങളൊക്കെ ആത്മീയതയോടെ ചില ഘട്ടങ്ങളിലൊക്കെ പ്രതികരിക്കുന്നത്. അതൊക്കെ കണ്ടീഷൻസ് വെക്കുമ്പോഴാണ്. ഇവിടെയാണ് അതിജീവനത്തിന്റെ സുന്ദരമായ വഴി ഈ സ്ത്രീ തുറന്നു തരുന്നത്. കണ്ടില്ലെന്നടിച്ചു എന്ന് മാത്രമല്ല, അന്ന് ഈ വിജാതീയ സമൂഹത്തെ ഉച്ചരിക്കുന്ന ഒരു പേര് തന്നോടൊപ്പമുള്ള ശിഷ്യന്മാരെ അവരുടെ മുൻവിധിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാൻ തമ്പുരാൻ ആ പദം തന്നെ അവളെ ഉപയോഗിക്കുന്നുണ്ട്. നായ എന്ന പദപ്രയോഗത്തിലൂടെ എന്ന് നാം പഠിക്കുമ്പോൾ ഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതികരണം വന്നപ്പോൾ പോലും അവൾക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാ. അവൾ എത്ര മനോഹരമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. ഒരു പക്ഷെ ആ സ്ഥാനത്ത്, ആ ഷൂവിൽ ഞാനും നിങ്ങളും ആയിരുന്നെങ്കിൽ എത്ര തമ്പുരാന്റെ മുഖത്തടിക്കുന്ന പോലെ രണ്ട് വാക്ക്, ഒന്നും കിട്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞേച്ചു പോരുമായിരുന്നു, അല്ലേ? 4 പേരോട് ചോദിച്ചാലും പറഞ്ഞു, നീ മിടുക്കി, അങ്ങനെ വേണമായിരുന്നു, അവന്റെ ഒന്നും പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പക്ഷെ അവൾ അങ്ങനല്ല. അവളുടെ മനോഹരമായ പ്രതികരണ ശൈലി, മനോഹരമായിട്ടാ തമ്പുരാന്റെ അടുത്ത് പ്രതികരിക്കുന്ന. അവൾക്ക് നിരാശയില്ല, ഒരു പ്രകോപനപരമായി അവൾ സംസാരിക്കുന്നില്ല, അവൾ അക്ഷമയാകുന്നില്ല. ക്ഷമയോടുകൂടി, വിനയത്തോടുകൂടി, സഹനത്തോടുകൂടി തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈ സ്ത്രീയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഓർക്കണം, ചിന്തകന്മാർ അതുകൊണ്ട് പറയുന്നത്, ഡിലേ ഈസ് നോട്ട് ഡിനയൽ. നിന്റെ ആഗ്രഹങ്ങളെയോ അല്ലെ പ്രാർത്ഥനകളെയോ നിരസിക്കുന്നതല്ല. നിന്റെ പ്രാർത്ഥനകൾക്ക് എപ്പോഴും മറുപടി ലഭിക്കണമെന്നില്ല. പ്രാർത്ഥനകൾക്ക് 3 മറുപടികളാണ്, 3 ശൈലിയിൽ. ഒന്ന്, യെസ് ഇറ്റ് ഈസ് ഗ്രാൻഡഡ്. ചില സന്ദർഭങ്ങളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് ഉത്തരം തരുന്നൊരു ദൈവത്തെ കാണാൻ സാധിക്കും. പക്ഷെ എല്ലായ്പ്പോഴും അത് പ്രതീക്ഷിക്കരുത്. ചിലയിടങ്ങളിലെങ്കിലും നിനക്ക് നോ എന്ന തമ്പുരാന്റെ മറുപടി വന്നു എന്ന് വരാം. തമ്പുരാന്റെ നോ നിനക്ക് ദോഷമായിട്ടല്ല, അത് തിരിച്ചറിയാൻ വിവേകമുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമയോട് കാത്തിരിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീ വീണ്ടും ക്ഷമയോടെ കാത്തിരിക്കുന്ന മനോഹരമായ ചിത്രമാണ് 27-ാം വാക്യത്തിൽ കാണുന്നത്. അവൾ നിരന്തരമായി തമ്പുരാന്റെ സന്നിധിയിൽ ക്ഷമയോടുകൂടി വളരെ പോസിറ്റീവായിട്ട് അവൾ പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സ്ത്രീയെ പോലെ അതിജീവനത്തിന്റെ വഴിത്താരയിലൂടെ അനുഗ്രഹത്തോടെ നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകുമോ? അതെ, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനൊക്കെ അപ്പുറം നമുക്ക് വിടുതൽ തരുന്ന അനുഗ്രഹകരമായ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്ന ദൈവം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ടുള്ള അങ്കലെ ചിന്തകൻ പറയുന്ന, എവരി അക്സെപ്റ്റഡ് പ്രയർ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ്ലി ആൻസേർഡ് പ്രയർ. നിന്റെ പ്രാർത്ഥനകൾ ദൈവം തമ്പുരാൻ സ്വീകരിച്ചു എന്നുള്ളതിന് പെട്ടെന്ന് മറുപടി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്ന് മറുപടി ലഭിക്കണം. അത് ദൈവം സ്വീകരിച്ചു എന്ന് ബോധ്യപ്പെടുവാൻ തക്കവണ്ണമുള്ള വിവേകവും വിനയവും നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാവണം. ആ സുന്ദര മുഹൂർത്തത്തിലേക്കാണ് ഈ സ്ത്രീത്വം പിന്നീട് കടന്നു വരുന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, കേവലം വിഷയം വെച്ചുള്ള പ്രാർത്ഥനയില്ല, അതിനപ്പുറമായി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹത്തോടെ, അവനെ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മെ ഭരിക്കാൻ തക്കവണ്ണം ഇടയാകുമോ? ഈ സ്ത്രീ നമുക്ക് കാണിക്കുന്ന അതിജീവനത്തിൻ്റെ ശ്രേഷ്ഠമായ വഴിത്താരെ അതാണ്. അവളുടെ റെസപ്റ്റീവ് നേച്ചറാണ്. അവൾ എല്ലാത്തെയും സ്വീകരിക്കുന്നു. അവളോട് പറയുന്നുണ്ട്, നായ എന്ന വിശേഷണം വന്നപ്പോഴും അവളുടെ മറുപടി എന്താ? വളരെ മനോഹരമായി, നായക്കുഞ്ഞുങ്ങളും കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, അതുകൊണ്ട് ഞാൻ തൃപ്തിയാണ് എന്ന് പറയാൻ റിസപ്റ്റീവ് നേച്ചർ. ഇത് പലപ്പോഴും ഇന്ന് ആധുനിക സമൂഹത്തിന്, എനിക്ക് നിങ്ങൾക്കൊക്കെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിജീവനത്തിന്റെ വഴിത്താലിയുടെ ശാപമുക്തി കേടാൻ നമുക്കിന്ന് വിലങ്ങായിട്ട് നിൽക്കുന്നത് ഇതുപോലെ ഈ സ്ത്രീ കാണുന്ന ഈ അനുഗ്രഹീത വഴിത്താരകൾ നമുക്ക് പരിചിതമല്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥത ദൈവത്തിൽ നിന്ന് നമ്മെ വല്ലാണ്ട് അകറ്റിക്കളയുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാവണം. ഈ സ്ത്രീ അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് വരിക. എന്താ അതിൻ്റെ ഫലം? അതിൻ്റെ ഫലം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശുശ്രൂഷ സമാപ്തി തീർക്കുകയാണ്.
തമ്പുരാൻ കൊടുക്കുന്ന ഒരു മറുപടി കൂടെ പറഞ്ഞു തരുന്നത് 28-ാം വാക്യത്തിൽ പറയുന്നു. അവളുടെ മറുപടി എന്താ പറയുന്നത്? നിന്റെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനല്ല പറഞ്ഞത്. എന്താ വേദോസ്തം പറഞ്ഞു? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ. ഈ സ്ത്രീകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവരൊക്കെ ഈ പരിമല വന്ന് മുട്ടുകുത്തുമ്പോൾ എന്തോരം ആഗ്രഹങ്ങളാണ് മനസ്സിലുള്ളത്. ഒന്നാണോ, ഒരു പിടിയാണോ? എന്തോരം ആഗ്രഹങ്ങളാണ്. അതെ, ദൈവം തരുമ്പോൾ വാരി നിറച്ചു കുലുക്കി തരികയാണ്. അനുഗ്രഹത്തോടെ നമുക്ക് ലഭിക്കുകയാണ്. സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളെ നമുക്ക് തരികയാണ്. അതെ, അതിജീവനത്തിന്റെ വഴിത്താരയിലൂടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. ദൈവം നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. നിന്റെ യാചനയുടെയും പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും ശബ്ദം കേട്ടില്ല എന്ന് നടിക്കുന്ന ദൈവമല്ല. അവൻ നിന്റെ കരച്ചിൽ കാണാതിരിപ്പാൻ തക്കവണ്ണം കണ്ണ് കുരുടായി പോയിട്ടില്ല. നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ കാത് മന്ദമായി പോയിട്ടില്ല. നിന്നെ സഹായിക്കാതിരിപ്പാൻ തക്കവണ്ണം, നിന്നെ സൗഖ്യമാക്കാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ കരം കുറുകി പോയിട്ടില്ല. ഇത് പ്രവാചകന്റെ ശബ്ദം ആധുനിക സമൂഹത്തോടും ഉച്ചരിക്കുന്ന ശബ്ദമാണ്. നിന്നെ സഹായിക്കുവാൻ, നിന്റെ കണ്ണുനീര് ഒപ്പുവാൻ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾക്ക് സാന്ത്വനം തരുവാൻ, നീ വേദനപ്പെടുന്ന നൊമ്പരപ്പെടുന്ന വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം തരുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാണുന്നത്. അവളെ ചേർത്ത് നിർത്തിയിട്ട് പറയുക, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം വലുത്. ഇവിടെയാണ് ചോദ്യചിഹ്നം ഉയരേണ്ടത്. ഈ സ്ത്രീയുടെ മുമ്പിൽ ഞാനും നിങ്ങളും ചിലപ്പോൾ തല വല്ലാണ്ട് കുനിക്കേണ്ടി വരുന്നത് ഈ സ്ത്രീയുടെ വിശ്വാസം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? നാം സ്നാനമേറ്റ അനുഗ്രഹത്തോടെ ദൈവത്തിന്റെ മക്കളെന്നൊക്കെ വിശേഷതയുള്ള എനിക്കും നിങ്ങൾക്കും ഈ വിജാതീയ സ്ത്രീയെ ആശ്ലേഷിച്ചതുപോലെ തമ്പുരാൻ ആശ്ലേഷിക്കുവാൻ, അവളെ അഭിനന്ദിച്ചതുപോലെ പറയാൻ തക്ക വിശ്വാസം എനിക്ക് നിങ്ങൾക്കുമുണ്ടോ? പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം ഇന്ന് ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പരിമലയിൽ വന്ന് നേർച്ചയിടുമ്പോഴും തമ്പുരാന്റെ മുമ്പിൽ നോമ്പിൽ മുട്ടുമടക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരേ ചിന്തയുള്ളൂ. ചില കാര്യസാധ്യങ്ങളുടെ പലപ്പോഴും ഈ പ്രോസ്പെരിറ്റിയുടെ പിന്നാലെ, സമൃദ്ധിയുടെ പിന്നാലെയുള്ള പരക്കം പാച്ചില. അതിനപ്പുറം പ്രതിസന്ധികൾ എന്തുമായിക്കൊള്ളട്ടെ, ഏതെല്ലാം വിഷയങ്ങൾ അലട്ടിക്കൊള്ളട്ടെ, അതിനൊക്കെ എനിക്ക് അനുഗ്രഹത്തിന്റെ വഴിത്താര തുറന്ന് ശാപമുക്തി തരുമെന്നുള്ള ബോധ്യത്തോടെ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ഈ സ്ത്രീയെ പോലെ, കരഞ്ഞ ഈ സ്ത്രീയെ പോലെ, അനുഗ്രഹത്തോടെ പ്രതികരിച്ച ഈ സ്ത്രീയെ പോലെ നമുക്ക് ഈ ദിനങ്ങളിൽ, പരിശുദ്ധ നോമ്പിന്റെ ശേഷിക്കുന്ന ദിനങ്ങളിൽ പുനഃസമർപ്പണത്തിന് നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് സംശയമില്ല. കേവലം രോഗസൗഖ്യം മാത്രമല്ല, അതിനപ്പുറമായി പരിപൂർണമായ അനുഗ്രഹത്തിന്റെ ചെപ്പ് നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അവളോട് പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, നിന്റെ ആഗ്രഹങ്ങളുടെ എല്ലാം സാധൂകരണവും പൂർത്തീകരണവും ദൈവം നിനക്ക് സാധ്യമാക്കി തരുമെന്ന വിശ്വാസത്തോടെ നമുക്ക് മടങ്ങാൻ സാധിക്കട്ടെ. ഈ പരിശുദ്ധ നോമ്പ് അതിന് മുഖാന്തരമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ലഭിച്ച അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാനിവിടെ വാക്കു നിർത്തുന്നു. ദൈവം എല്ലാവരെയും തൻ്റെ തൃക്കരം ആവസിപ്പിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.